രാത്രി ഭാര്യയുമായി വഴക്കിട്ട ശേഷം ഭർത്താവ് മക്കളെയും കൂട്ടി ഉറങ്ങാൻ കിടന്നു. ഇനി അയാളുടെ കൂടെ ജീവിക്കുന്നില്ലെന്ന് തീരുമാനിച്ച് ഭാര്യ വീട്ടിൽ നിന്നിറങ്ങി. അയൽപ്പക്കത്തെ വീട്ടിനടുത്തുകൂടി നടക്കുമ്പോൾ അവർ അവിടെയുള്ള സ്ത്രീയുടെ പ്രാർത്ഥന കേട്ടു. ദൈവമേ, നാളെയെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കണേ. മറ്റൊരു വീട്ടിൽ കൊച്ചുമകൻ മുത്തശ്ശിയോട് പറയുന്നു, മരുന്ന് കടക്കാരൻ ഇനി കടം തരില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് മരുന്ന് വാങ്ങാതിരുന്നത്. അടുത്ത വീട്ടിലെ ഗൃഹനാഥൻ ഭാര്യയോട് പറയുകയാണ്, 5 മാസത്തെ വാടക അടുത്ത ആഴ്ച ഒരുമിച്ച് തരാമെന്ന് നാളെ വീട്ടുടമ വരുമ്പോൾ പറയണം. അവൾ അവിടെ നിന്ന് ആലോചിച്ചു. പുറമേ സമാധാനപരമായി കാണുന്ന വീടുകളിലെല്ലാം പ്രശ്നങ്ങളുണ്ട്. അവരാരും ഇറങ്ങിപ്പോകുന്നില്ല. അവൾ ഇരട്ടി വേഗത്തിൽ തിരിഞ്ഞു നടന്നു. എല്ലാ മന്ദസ്മിതങ്ങളുടെയും പിന്നാമ്പുറങ്ങളിൽ മല്ലയുദ്ധങ്ങൾ നടക്കുന്നുണ്ടാകാം. എല്ലാം തൃപ്തികരമായ ശേഷം ആർക്കും സന്തോഷിക്കാനാകില്ല. എല്ലാം പ്രതീക്ഷകൾക്കനുസരിച്ച് സംഭവിച്ച ശേഷം ആർക്കും ഉറങ്ങാനുമാകില്ല. ഉള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും അവയെ വിലമതിക്കാനും കഴിയുന്നവർ മാത്രമാണ് സന്തോഷത്തിന് അർഹർ. ഒരുമിച്ച് പ്രവർത്തിക്കുന്നിടത്തെല്ലാം ഒരുമയുണ്ടാകണമെന്ന് നിർബന്ധവുമില്ല. വിരുദ്ധ ചിന്തകളും വിപരീത ശൈലികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സ്വാഭാവികം. എപ്പോഴും താൻ ജയിക്കണമെന്ന വാശി ഉപേക്ഷിച്ചാൽ തന്നെ അത്തരം സംഘർഷങ്ങളെല്ലാം സമാധാനപരമായി അവസാനിക്കും. തൻ്റെ നിർബന്ധങ്ങൾക്കനുസരിച്ച് മാത്രമുള്ള ലോകം തനിക്ക് ലഭിക്കണമെന്ന നിർബന്ധമുള്ളവരെല്ലാം ഒരിടത്തും ആനന്ദം കണ്ടെത്തില്ല. മറ്റെവിടെയോ അത് ലഭിക്കുമെന്ന് കരുതി അവർ എല്ലായിടത്തു നിന്നും ഇറങ്ങിപ്പോകും. എത്ര നേരത്തെ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം തിരിച്ചറിയാൻ കഴിയുന്നുവോ അത്ര നേരത്തെ മടക്കയാത്ര സാധ്യമാകും. ദൂരം കൂടുന്തോറും മടങ്ങാനുള്ള സാധ്യത മങ്ങും. എല്ലാവരും ഒരുപോലെയല്ല. എല്ലാവർക്കും ഒരേ ആഗ്രഹങ്ങളുമല്ല. ഒരുമിച്ച് നിൽക്കണമെങ്കിൽ പലതിനോടും പൊരുത്തപ്പെടേണ്ടി വരും. പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമമല്ല, അവയോടുള്ള സമീപനം മാറ്റാനുള്ള ശ്രമമാണ് പരിഹാരം സാധ്യമാക്കുന്നത്. ആർക്കും ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കില്ല. എത്ര സൂക്ഷ്മതയോടെ തിരഞ്ഞെടുത്താലും അപാകതകൾ സംഭവിക്കും. ഉള്ളതിൻ്റെ നന്മകൾ ആസ്വദിക്കുക, അതുമാത്രമാണ് മാർഗം.